ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി, അന്തസ്സോടുകൂടി പ്രായമാകുക. ഈ ഒരു ടോപ്പിക്ക് പലപ്പോഴും കുടുംബയോഗങ്ങളിലാണ് പറയാറുള്ളത്. കാരണം ഇപ്പോഴത്തെ കുടുംബയോഗങ്ങളിലൊക്കെ പ്രായം ചെന്നവരാണ്. നമ്മൾ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, വൺ ടൈം നിങ്ങളും പ്രായമാകും. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലേ ആഗ്രഹിക്കണം പ്രായമാകുമ്പോൾ മഹത്വത്തോടെ ഞാൻ പ്രായമാണ്. ചെറുപ്രായത്തിൽ നമ്മൾ വയസ്സാകുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാകണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. അതായത് നമ്മുടെ കൈകൊണ്ട് എന്ത് തൊട്ടാലും അനുഗ്രഹമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ മുൻപുള്ള തലമുറയിലുള്ള പിതാക്കന്മാർ, വല്യപ്പച്ചന്മാർ, അവരൊക്കെ നമ്മുടെ ഈ സൗകര്യങ്ങളൊന്നും ഉള്ളവരല്ലായിരുന്നു. അവരൊക്കെ ഓരോ മലകളിൽ, ഓരോ മലയിൽ അങ്ങ് മാറും. ഈ സ്ഥലത്തു നിന്ന് മാറുമ്പം കുറച്ച് കാശ് കിട്ടുന്ന കൊണ്ടുപോയി ദൂര സ്ഥലത്ത് പോയി കുറേ സ്ഥലം വാങ്ങിക്കും. എന്തിനാ? കൃഷി ചെയ്യുവാൻ. അവർ അധ്വാനിച്ച് അവിടെ കമുക് നടും, തെങ്ങ് നടും, പിന്നെ പ്ലാവ് നടും. അങ്ങനെ ഓരോന്ന് നട്ട് ആ സ്ഥലം അങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടൊരു തോട്ടം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമുക്ക് എല്ലാ സാധനവും കിട്ടുന്ന ഒരു സ്ഥലമാക്കി അവരെ ഏദൻ തോട്ടമാക്കി മാറ്റും. ഈ ഏദൻ തോട്ടമാക്കി മാറ്റുന്നതിൽ പ്രായം ചെന്നവരെത്രയോ അവരുടെ ചെറുപ്രായത്തിൽ തൊട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവർ വയസ്സാകുമ്പോൾ അവർ നട്ട വൃക്ഷത്തിൻ്റെയും അവരുണ്ടാക്കിയ വസ്തുവിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മളത് ചിന്തിക്കാറുണ്ടോ? ഇല്ല. എന്തിനാ ഇത് പറയുന്നത്? നിങ്ങൾ ചെറുപ്പക്കാർ കേൾക്കുന്നവർ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് അടുത്ത തലമുറയ്ക്ക്, പ്രായമുള്ളവർ എന്ത് ചെയ്യുന്നോ അടുത്ത തലമുറയ്ക്ക് അതൊരു വലിയ കലവറയാണ്. അത് വാട്ട് വി ഡു റൈറ്റ് നൗ വിൽ ബി ഇൻഹെറിറ്റഡ്. അതായത് നമ്മുടെ പ്രായമുള്ളവർ, മുൻ തലമുറകൾ അടുത്ത തലമുറകളിലേക്ക് സ്വരൂപിച്ചു വെക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറിൽ എപ്പോഴും പറയുന്നത് എന്താണ് കുടുംബം എന്ന് പറയുന്നത്? കുടുംബം എന്ന് പറയുന്നത് ഒരു അപ്പനും അമ്മയും മക്കളും അവരുടെ ബന്ധുക്കൾ ഒന്നിച്ചുള്ളൊരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പം അപ്പനും അമ്മയും മക്കളും മാത്രമല്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് ഇമ്പമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവർ ഒരു തലമുറകൾ മുഴുവനും അതിനകത്ത് വന്നാൽ സന്തോഷമായിട്ട് കൈക്കൊള്ളാനും അവരെ സ്വീകരിക്കാനുള്ളൊരു ഭവനമാക്കി അത് മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ മാത്രം മതി, എനിക്ക് വേറെ ആരെയും കാണണ്ട. ഈ കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. ഒരാൾക്കും വേറെ, നമ്മൾ വീട്ടിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭവനങ്ങളിൽ, എൻ്റെ ഭവനത്തിലല്ല, പല അമേരിക്കൻ ഭവനത്തിൽ ഞാൻ കാണുന്നത്, സ്വന്തം അപ്പനും അമ്മയും വരണമെങ്കിൽ പോലും നേരത്തെ ചോദിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെല്ലാനൊക്കത്തുള്ളൂ. പിന്നെ അവരുടെ ബിസി സ്കെഡ്യൂളിൽ അത് ചിലപ്പോൾ ആവശ്യമായിരിക്കും. പക്ഷേ അതൊരു മെഷീനറി പോലെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ ഒക്കത്തില്ല, അവകാശമില്ല. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെയൊക്കെ വീട്ടിൽ പ്രായമുള്ള എൻ്റെ വല്യപ്പച്ചൻ്റെ ബന്ധുക്കാർ വന്നാൽ വല്യപ്പച്ചൻ അവരോട് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. അവർ നിൽക്കുന്നിടത്തോളം നിൽക്കും. അവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരു ദിവസം പറയും ഞാൻ പോകുകയെന്ന് പറയും, പൊക്കോളാൻ പറയും, അവർ പോകും. അല്ലാതെ എന്തിനാ വന്നതെന്ന് നമ്മൾ ചോദിച്ചു. അങ്ങനെ ഒരു കുടുംബമാണ് ഞാൻ ചെറുപ്പത്തിൽ. ഇന്നങ്ങനെ ഒരു കുടുംബം ഇല്ല. അതുകൊണ്ട് കുടുംബയോഗങ്ങളിലെങ്കിലും ഒന്നിച്ചു കൂടുമ്പം പ്രായമായവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ചെറുപ്പക്കാർ തൊട്ട് കൊച്ചു പിള്ളേർ തൊട്ട് അവിടെ വന്ന് നമുക്കൊരു കുടുംബം ഉണ്ട് എന്നറിയുന്നതും നല്ലതാണ്. ഇൻ ഫാമിലി ലൈഫ്, ലവ് ഈസ് ദ ഓയിൽ ദാറ്റ് ഈസസ് ഫ്രിക്ഷൻ, the cement that binds closer together, and the music that brings harmony in life. This is written by Eva Barrow എന്ന് പറഞ്ഞൊരു സ്ത്രീ എഴുതിയാണ്. അതായത് കുടുംബജീവിതത്തിൽ സ്നേഹമാണ് ആ വീട്ടിലെ തർക്കങ്ങൾക്ക് എണ്ണയായിട്ട് വരേണ്ടത്. ആ സ്നേഹമാണ് നമ്മൾ അന്യോന്യം കൂട്ടിച്ചേർക്കേണ്ടത്. സ്നേഹമാണ് ഐക്യത്തിൻ്റെ ഒരു പാട്ടവിടെ, അല്ലെങ്കിൽ ഒരു സംഗീതം അവിടെ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ ബന്ധപ്പെടാതൊന്നും കൊണ്ടുവരുന്നില്ല. ഒരു വ്യക്തി, അതായത് പലപ്പോഴും വീട്ടിലെ പ്രായം ചെന്ന അപ്പനായിരിക്കും അല്ലേ, ഒരു വ്യക്തി നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ എൻ്റെ കുടുംബത്തിൽ വരുന്നവരെ മാനിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട്. ഒരാൾ ഇതിപ്പം പറയാൻ പേടിയാണല്ലോ. ഭർത്താവിനെക്കാട്ടി ₹1 ഭാര്യയ്ക്ക് കൂടുതൽ കിട്ടിയാൽ പിന്നെ ഭർത്താവിനെ ഒരു തരം ചവിട്ടി മതിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം കാണുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പം. അത് വളരെ മോശമാണ്.
Independence in economic affair does not mean that we need to be supervisor to everybody. ഇല്ല, നമുക്ക് കിട്ടുന്ന ഇൻഡിപെൻഡൻസ് നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ എപ്പം നമുക്ക് സ്വാതന്ത്ര്യവും സുഖങ്ങളും സൗകര്യങ്ങളും കൂടുമ്പം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകരുത്. ലവ് മേക്സ് എ ഫാമിലി. സ്നേഹമാണ് ഒരു കുടുംബം ഉണ്ടാക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തുവാ? അവിടെ സ്നേഹമുണ്ട്, കരുതലുണ്ട്, ബഹുമാനമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചെറിയ ഗീവ് ദം സ്പേസ് ആൻഡ് ടൈം. ഗീവ് ദം സ്പേസ് ആൻഡ് ടൈം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അത് ദൈവം തമ്പുരാൻ തന്നെ നോക്കിക്കേ. ആദ്യത്തിനെ അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം അവയോടും കൂടെ എന്നും ദൈവം ജീവിച്ചില്ല. ദൈവം സ്പിരിറ്റാണ്, ദൈവത്തിൻ്റെ ഒരു ബോഡി ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ പിതാവാം ദൈവമോ പുത്രനാണ് ബോഡിയായിട്ട് വന്നത് ഇരിക്കട്ടെ, പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ മുഴുവൻ നേരം അവരോട് ജീവിച്ചില്ല. ഈവനിങ്, എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പം പിതാവാം ദൈവം അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ആദ്യത്തിനെ വന്ന് സംസാരിക്കുമായിരുന്നു. അപ്പം ദൈവത്തെ അവർ നേരിട്ട് കണ്ടു. അത് തൃത്വമാണെന്ന് ഓർക്കണം. അപ്പോൾ അവർക്ക് അന്ന് പോലും സ്പേസ് ആൻഡ് ടൈം ഇട്ട് കറക്റ്റ് സമയവും സ്ഥലവും പരിമിതി ഇട്ടിട്ടാണ് എപ്പോഴും ഒരാളുടെ കൂടെ എപ്പോഴും പിന്നെ എപ്പോഴും എന്നും കൂടെ നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരിലും ഭാര്യ ജോലിക്ക് പോയിന്നില്ല എങ്കിൽ ഭർത്താവ് ജോലിക്ക് പോകുന്നതായിരിക്കും. സോ ദർ ഈസ് ടൈം ഗ്യാപ്പ് ഇൻ ബിറ്റ്വീനിലുണ്ട്. ഇതൊക്കെ ദൈവം തന്നെ കരുതുന്നു. പണ്ട് മനുഷ്യർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാലമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ വിളിച്ച് പറഞ്ഞാണ് വീട്ടിൽ ഭക്ഷണം വരും. പിന്നെ എന്തിനും സമയം ഒത്തിരിയുണ്ട്. ഈ സമയം ഒത്തിരി ഉള്ളത് പലപ്പോഴും നന്മയ്ക്കല്ല ഉപയോഗിക്കുന്നുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി ഇൻ എ ഫാമിലി വിത്ത് ഗോഡ്, അതായത് ദൈവമുള്ള കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ മഹത്വത്തോടെ ഗ്രേസ്ഫുള്ളായിട്ട് പ്രായമാകുന്നത്. For a child of God, old age is not a time to regret, but a period of glory and honor. അതായത് ദൈവമക്കളോ അല്ലെ മകനോ മകളോ ആണെങ്കിൽ പ്രായം ചെല്ലുന്നത് ഒരു സങ്കടത്തിൻ്റെ സമയമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ നന്മയും കാണിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. അതാണ് ഈ സദൃശവാക്യം 4:18 പറയുന്നത്. The path of righteous people, but the path of righteousness is like the light of dawn that shines. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. കണ്ട, സൂര്യൻ രാവിലെ നിന്നും പ്രഭാതത്തിൽ നിന്ന് ഉച്ചയ്ക്ക് അതിശക്തിയോടെ ശോഭിക്കുന്നത് പോലെ നമ്മുടെ പാതകൾ പ്രായം കൂടുന്തോറും ശോഭിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ശോഭയില്ല എങ്കിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധം എവിടെ പോയിട്ടുണ്ട്. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ പ്രായം വയസ്സുകാലം അനുഗ്രഹം തന്നെയായിരിക്കും. ഞാൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അമ്മ എന്തൊരു പ്രൗഢിയായിട്ട് അമ്മയുടെ വയസ്സുകാലത്ത് ജീവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു കാര്യത്തിന് പേടിയില്ലായിരുന്നു. നന്മ ചെയ്യുന്നതിന് മുൻപ് നിൽക്കും. ആരുടെയെങ്കിലും ഒരു പ്രയാസമുണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അമ്മയാണ്. പലപ്പോഴും ഞങ്ങൾ 21 ദിവസം ഉപവസിക്കുക എന്ന് പറയും. അപ്പം പറയും, ഞാൻ ചോദിക്കും 21 ദിവസം കഴിയുമ്പോൾ കാര്യം കിട്ടിയോ എന്ന് ചോദിക്കും. അമ്മ പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിക്കും അമ്മ ഇനി ദൈവത്തെ വല്ലതും പറയും. അമ്മ പറയില്ല, 21 ദിവസം കൊണ്ട് കിട്ടി, ഇനി അടുത്ത 21 തുടങ്ങുക എന്ന് പറയും. ഷി നെവർ ഗേവ് അപ്പ്. അത്ര ഉറപ്പാണ്. ആ ഉറപ്പ് ഞാൻ വീട്ടിൽ കണ്ടുപഠിച്ചാണ്. തിങ്ക് ഓഫ് ലൈഫ് എസ് എ ഡേ. ഒരു ദിവസം പോലെ നമ്മുടെ ജീവിതത്തെ കാണണം. ദ സൺ റൈസസ് ഇൻ ചൈൽഡ്ഹുഡ്. ചെറുപ്രായത്തിൽ സൂര്യൻ ഉദിക്കുന്ന പോലെയും അത് കഴിഞ്ഞിട്ട് അഡൽട്ട്ഹുഡിൽ അത് പീക്കാകുന്നതും പ്രായമാവത് സെറ്റിൽ ഡൗൺ ഷോയിങ് ഓഫ് വിത്ത് ഷാഡോസ് ഗ്രോയിങ് ലോങ്ങർ. അതായത് പ്രായമാകുമ്പോഴത്തേക്ക് ആ സൂര്യൻ അസ്തമിക്കുന്ന പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് നിൽക്കണം. സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുമ്പം അതിങ്ങനെ കെടാൻ പോകുന്ന തീക്ക് ഒരു പ്രത്യേക ശോഭയുണ്ട്. ആ ശോഭ എമനേറ്റ് ചെയ്യണം. ആ ശോഭ പുറത്തോട്ട് വരാൻ നമ്മുടെ പ്രായമുള്ള സമയം ഉപയോഗിക്കാൻ സാധിക്കും. അറ്റ് ഹാപ്പൻസ് വെൻ യു ആർ വർക്കിംഗ് വിത്ത് ഗോഡ്. നമ്മുടെ ഈ മോശയുടെ കാര്യത്തിൽ, അബ്രഹാമിൻ്റെ കാര്യത്തിൽ 75-ാം വയസ്സിൽ, മോശ 80-ാം വയസ്സിൽ, അഹ്റോൻ 82-ാം വയസ്സിൽ, അങ്ങനെ പ്രായമുള്ള സമയത്ത് ജോസഫ് പ്രായമാകുന്നിടം വരെയും പ്രൈം മിനിസ്റ്ററായിരുന്നു. ജോസഫിൻ്റെ ജീവിതകാലം. ദാനിയേൽ, യോഹന്നാന് ഒരു പ്രായമായപ്പോൾ അവരെ കൂടുതൽ ഉപയോഗിക്കുന്നു. വേദപുസ്തകത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന മിക്കവരും പ്രായമാകുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നു. നമ്മളോ 60 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ഒരു കാല് ശവക്കുഴി വെച്ചോണ്ടാണ് ജീവിക്കുന്നത്.
അത് മരുന്നും മന്ത്രവുമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ തിരുമല, മരുന്ന്, മന്ത്രം, അതല്ലെന്നേ ദൈവം ഉദ്ദേശിക്കുന്നത്. തിങ്ക് ഓഫ് ലൈഫ് ആസ് എ ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ഇൻ ലൈഫ്. ഓൾഡ് ഏജ് ഫോർ ക്രിസ്ത്യൻസ് മീൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് ദിയർ ഡ്രീംസ്. നമുക്ക് ചെറുപ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രായമാകുമ്പോൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് കണ്ടിട്ടുണ്ടോ? ഈ ചെറുപ്രായത്തിൽ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ മിലിറ്ററി പോകും, അല്ലെങ്കിൽ എയർഫോഴ്സിൽ പോകും. എന്നിട്ട് അവർ ഏർലി റിട്ടയർമെൻറ്റ് എടുത്ത് വന്നിട്ട് വീണ്ടും കൃഷിക്ക് ഇറങ്ങുന്നതാണ്. ബിക്കോസ് ദാറ്റ്സ് എ ഡ്രീം. പിന്നെ ചിലർക്ക് മൃഗങ്ങളെ വളർത്താനായിരിക്കും. അവർ പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം എടുത്ത് കുറച്ച് മൃഗങ്ങൾ, അത് വളർത്തിയില്ലേ അവർക്ക് സങ്കടമാണ്. അപ്പം നമ്മൾ ചിലർക്ക് ദേശം മുഴുവൻ കാണാനായിരിക്കും, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനായിരിക്കും, കൗൺസിലിംഗ് ആയിരിക്കും, ടീച്ചിങ് ആയിരിക്കാം. എന്താണ് നമ്മുടെ ഹൃദയത്തിലെ ഡ്രീം? ഈ ഡ്രീംസിനെല്ലാം വരുമാനം വരുമെന്ന് വിചാരിച്ചല്ല. വാട്ട്സ് യുവർ പാഷൻ? നിൻ്റെ പാഷന് ഒരു കോളുണ്ട് എല്ലാവർക്കും. അത് പ്രായമാകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം, ദിസ് ഈസ് വാട്ട് ഐ ആം കോൾഡ് ഫോർ അറ്റ് ദിസ് ടൈം. അപ്പം നമ്മൾ വെൻ യു ഗ്രോ ഓൾഡ്, ടു ഗ്രോ ഓൾഡ് ഗ്രേസ്ഫുള്ളി, ദൈവം നമുക്ക് സെൻറ്ററാകണം. അതിനൊരു 4 കണ്ടീഷൻസ്. സ്റ്റേ ക്ലോസ് ടു ഗോഡ്, ദൈവത്തോടടുത്തിരിക്കുക. അത് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ 23 ദൈവം എന്നേക്കും എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാണ്. 23 സങ്കീർത്തനം 23:26, 73:26. ബി പർപ്പസ്ഫുൾ. ദൈവം ഈ സങ്കീർത്തനം 90:12 ടീച്ചസ് ടു നമ്പർ അവർ ഡേയ്സ്. ദൈവം നമ്മുടെ ദിവസത്തെ എണ്ണാൻ പഠിക്കണം. ദൈവം തന്ന ദിവസങ്ങൾ പ്രഷ്യസാണ്. ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ഒരു ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. സ്റ്റേ എൻഗേജ്ഡ്. എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ഉള്ളൊരു മനസ്സാക്ഷി ഉണ്ടാകും, മനസ്ഥിതിയുണ്ട്. എന്തെങ്കിലും വന്നോ എന്നെക്കൊണ്ട് ഒക്കത്തില്ലെന്ന് പറയാതെ വി പ്ലാൻ എഹെഡ് ആൻഡ് ഡു ഇറ്റ് ഈവൻ ഇൻ ഓൾഡ് ഏജ്. ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ നരയോളം ഞാൻ നിന്നെ വഹിക്കും, വാർദ്ധക്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ആ ദൈവം കൂടെ ഉള്ളപ്പോൾ ആ ഒരു ഭയമില്ലാത്ത ജീവിതം പ്രായത്തിൽ ഏറ്റവും കാണിച്ചു കൊടുക്കുന്നവൻ എന്നും ഒരു വിളക്ക് പോലെ തിളങ്ങുന്ന നക്ഷത്രം പോലെ ജീവിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ കുടുംബത്തിനും ദേശത്തിനും സമൂഹത്തിനും ഐശ്വര്യം തന്നെയാണ്. പ്രായമാകുന്നത് ദൈവത്തോടു കൂടി ആയിരിക്കണം. പ്രായമാകുമ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ ബന്ധം ഉണ്ടായിരിക്കണം. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി. അങ്ങനെ വളരുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവം പോലും പറയും, എപ്പോഴാണ് നിന്നെ എടുക്കാൻ പോകുന്നതെന്ന്. ഈവൻ ദ ടൈം. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കുടുംബങ്ങളിൽ ഞാൻ ഇത്ര ദിവസം മരിക്കുമെന്ന് പറഞ്ഞാൽ മിക്കവാറും ആ ദിവസം അല്ലെ പിറ്റേ ദിവസം അവർ മരിച്ചിരിക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് മരിച്ചത്. എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ജീവിതം തീർന്നെന്ന് പറയും. നമ്മളെല്ലാം വഴക്കുണ്ടാക്കി, അയ്യോ ഇല്ലെന്ന് പറയും. കറക്റ്റ് ടൈമിൽ അമ്മ പറഞ്ഞ ദിവസം അമ്മ മരിച്ചു. പിന്നെ കൊണ്ടുപോയി ആശുപത്രി വെറുതെ 3 ദിവസം ഇട്ട് വെറുതെ ആവശ്യമില്ലാത്ത ചിലവെല്ലാം ഉണ്ടാക്കിയെന്നല്ല ഒരു ഗുണം ഉണ്ടായില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, ഓൾഡ് ഏജ് ഈസ് എ ബ്ലെസ്സിങ് വെൻ യു ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി. കർത്താവേ, പ്രായമാകുമ്പോൾ നീ പറഞ്ഞത് വാർദ്ധക്യത്തിലും നീ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. മരയോളം ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം. മറ്റുള്ളവരൊന്നും ആവശ്യമില്ല, ആവശ്യമുള്ളവരെ ദൈവം കൊണ്ടുവന്നോളും തക്ക സമയത്ത്. ഉറച്ച് നിന്നിൽ വിശ്വസിക്കുമ്പം ഭയമെന്നുള്ളതും ഭാരമെന്നുള്ളതും അതുപോലെ തന്നെ കർത്താവെ നമ്മൾ മരിച്ചു പോകുന്നുള്ള പേടിയൊന്നും ആ സമയത്തുണ്ടാകത്തില്ല. അത്രയും ഒരുക്കത്തോടുകൂടെ ജീവിച്ചിട്ട് ഗ്രോ ഓൾഡ് ഗ്രേസ്ഫുള്ളി, നല്ല മനോഹരമായിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് ജോലി തീർത്ത് അപ്പച്ചൻ പറയുന്ന സമയത്ത് ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് സ്വർഗത്തിലേക്ക് വരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം വിശുദ്ധിയോടെ ഭംഗിയോടെ ചെയ്ത് തീർക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണം. ഒരു ദിവസം പോലും പാഴാക്കി കളയാതെ, മടി അലസത കയറാതെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നേരത്തെ തീരുമാനിച്ച് ദൈവത്തോടത് സംസാരിച്ച് അതിന് പറ്റിയതായിട്ടുള്ള സാഹചര്യം ദൈവം കൊണ്ടുവന്ന് അത് ചെയ്തെടുക്കാനുള്ള കൃപ തരണം. ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം തരണം. തലമുറകളുടെ സന്തോഷം കാണാനുള്ള ഭാഗ്യം തരണം. ദൈവമേ, പ്രായം ചെല്ലുമ്പോൾ അമ്മയപ്പന്മാർ അവരൊരു സമ്പത്താണെന്നും ഒരു ഭാഗ്യ പദവിയാണെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതെന്നും അടുത്ത തലമുറ പറയുവാനിടയാക്കണം. അവരുടെ ഭാരസമയത്ത് നമ്മുടെ അടുക്കൽ വന്ന് ഉപദേശം പ്രാപിക്കാനും
പ്രാർത്ഥന ചോദിക്കാനും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉത്തരം കിട്ടിയിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുവാനും അവർ പ്രായമാകുമ്പം അവരുടെ അടുത്ത തലമുറയ്ക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനുമുള്ള ഒരു വഴികാട്ടിയായിട്ട് അവരെ ആക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കരുണയുള്ള ദൈവത്തിൻ്റെ വൻകരം ശക്തനായവൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ഭയപ്പെടത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ നമ്മുടെ പ്രായം ചെന്ന ഓരോ വ്യക്തിയുടെ കൂടെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതിന് ദിനം പ്രതി നീ കൂടെ കൂടുതൽ കാണിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അവിടുത്തെ സാന്നിധ്യം വിവേചിച്ചറിയാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഇട്ടുതരണം. നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരഭിപ്രായം പറയാനോ ഒരു കാര്യത്തിന് ചെന്നുപെടാൻ ഇടയാക്കൽ ആ വാതിലുകൾ കൊട്ടിയടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. നീ ഒരിടത്ത് വിടുകയാണെങ്കിൽ അത് ചെയ്ത് തീർത്തു വരാനുള്ള കൃപയും തരണം കർത്താവേ. മോശയെ ഏലിയാവിനെ വിട്ടതുപോലെ ഞങ്ങളെ വിടുമ്പോൾ പൂർത്തീകരിച്ച് ക്രൂശിൽ കിടന്ന് പൂർത്തീകരിച്ച ജോലി ചെയ്തതുപോലെ ജീവിതത്തിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്ത് തീർത്ത് നിൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കണം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.